ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദൈവം അടിയന്റെ ആയുസ്സിനോട് ഒരു വർഷം കൂടി കൂട്ടിയ ഒരു ദിവസമാണ്. ഞാൻ ദൈവത്തെ യഥാർത്ഥമായി സ്തുതിക്കുന്നു. അവൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന അനവധി കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും ഉപരിയായിട്ട് ദൈവം എന്നെ സഹായിച്ചത്, പഠിപ്പിച്ചത് അവന്റെ വചനവും അവന്റെ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കിയ വഴികളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. പുത്രന്, ഈ യേശുവിന് നമ്മൾ രക്ഷിക്കാൻ പറ്റുമെന്നും നമ്മൾ യഥാർത്ഥമായ സത്യത്തിലാണ് നടത്തുന്നതെന്നും നമ്മൾക്ക് പോകേണ്ടുന്ന വഴി കാണിച്ചു തരുന്നവൻ അവനെന്നും വിശ്വസിക്കുകയും അവനോട് ചോദിക്കുകയും അവൻ പറയുന്ന കാര്യങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒക്കെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത് യേശുവിനെ വിശ്വസിക്കുന്നതിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ യേശുവിന്റെ സിസ്റ്റം മനസ്സിലാകാത്തതുകൊണ്ട് പ്രശ്നമായിരിക്കാം. തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന്റെ കാര്യമാണ് പറയുന്നത്. എൻ്റെ ജീവിതത്തില് വന്ന അനവധി വീഴ്ചകൾ, ഫെയിലിയേഴ്സ്, അതിനൊക്കെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെതായ സിസ്റ്റത്തിന്റെ പെർഫെക്ഷൻ നഷ്ടപ്പെടുകയും സാത്താൻ അവിടെ ഇവിടെയൊക്കെ ചില കാര്യങ്ങളിൽ അഡ്വാൻറ്റേജ് എടുക്കുകയും ചെയ്തതു എൻ്റെ ജീവിതത്തിലോട്ട് ഞാൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ അനിഷ്ടമായ പല കാര്യങ്ങളും അറിയാതെ ഒത്തിരി വന്നിട്ടുണ്ട്. നമുക്ക് വചനം അറിയുന്നില്ല, സിസ്റ്റം അറിയുന്നില്ല. അതേസമയം ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ മാത്രമേ വരുള്ളൂ. അതിന്റെ ഫണ്ടമെന്റലി ദൈവം നമ്മുടെ തലയിലോട്ട് ഇടിച്ചു കയറില്ല. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മള് ദൈവത്തിൻ്റെതായ കാര്യം അത് ഓട്ടോമാറ്റിക്കലി അത് ദൈവികമായി നടന്നു പോകുന്ന, ഓട്ടോമാറ്റിക്കലി നടക്കുന്നത് സാത്താന്റെ സാധനമാണ്. ദൈവികമായ സാധനം ഓട്ടോമാറ്റിക്കലി നടക്കൂല. ദൈവികമായ സാധനം നമ്മൾ യേശു ആകുന്ന ഇടയനെ വിളിച്ചു വരുത്തി ആ ഇടയനോടുള്ള കമ്മ്യൂണിക്കേഷനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അവൻ പറഞ്ഞു തരും, ചോദിച്ചാൽ പറഞ്ഞു തരും. അങ്ങനെ ചോദിക്കുകയും അങ്ങനെ അത് കിട്ടുകയും ആ വഴിയിൽ നടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഇന്ന് ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ഒരിക്കൽ കൂടി ദൈവം യഥാർത്ഥ സത്യത്തിൽ നടത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.